ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീറിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ആദ്യത്തെ ഹോസ്റ്റലിൽ പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നൈറ്റ് ക്ലാസ്സും അതേപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റുഡൻസ് ഏത് രീതിയിലാണ് അവർ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുകയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് കമ്പൈൻ സ്റ്റഡിയും അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആൾറെഡി നമ്മുടെ ടോപ്പിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പം റിവിഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമ്മൾ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കാം പതുക്കെ. ഒന്ന് കട്ട് ചെയ്തേ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ഹോസ്റ്റലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡിസംബർ 1946. അപ്പൊ നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞൊരു ആശയം, ഇന്ത്യക്ക് ഭരണഘടന എന്ന് പറഞ്ഞൊരു ആശയം നൽകിയത് ആരായിരുന്നു? എല്ലാരും ഉണ്ടോ? എന്തോ നടക്കുന്നേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണോ അതോ ഏതെങ്കിലും ടോപ്പിക്കാണോ കവർ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ. വെരി ഗുഡ്. 3 മാർക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ അതേപോലെ CPOയുടെ ക്ലാസ് എക്സാം എന്നാ ഡേറ്റ്? ജനുവരി ജൂലൈ 26-ന്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തോണം കേട്ടോ. ഓക്കെ, നാളെ രാവിലെ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ്, അത് കഴിഞ്ഞ് 10 മണി മുതൽ GKയുടെ ക്ലാസ്സും. ഓക്കെ, അത് കഴിഞ്ഞ് ഈവനിങ് സെഷന് 6 മണി മുതൽ 9 വരെ നമ്മുടെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ നിങ്ങൾക്ക് ഡിന്നർ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ക്ലോസ്. ഓക്കെ, അപ്പോൾ മേളത്തെ ഹോസ്റ്റലുകാർ നൈറ്റ്. ഓക്കെ നടക്കട്ടെ. ഗുഡ്, സവാഷ്. സ്റ്റുഡൻസ്, ഇപ്പോൾ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾക്ക് ഏകദേശം 20ഓളം ദിവസമേ ഉള്ളൂ. അപ്പോൾ അഗ്നിവീറിന് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറക്കം അതേപോലെ മൊബൈലിൻ്റെ കാര്യം, മൊബൈൽ അഡിക്ഷൻ അതും കൂടെ കുറച്ച് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം വളരെ കുറച്ച് ദിവസമുള്ളൂ. എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, മൊബൈൽ അതേപോലെ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഒരു 15 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്ന ക്ലാസ്സുകൾ മാക്സിമം കണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ SSCGDയുടെ ഫിസിക്കൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇനി ഉടനെ തന്നെ ഫിസിക്കലിൻ്റെ ഡേറ്റ് വരുന്നതാണ്. അതേപോലെ തന്നെയാണ് SSCGയുടെ റിസൾട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതേപോലെ 2 മാസത്തിനകത്തേ നിങ്ങൾക്ക് സമയം കിട്ടുകയുള്ളൂ. എൻ്റെ ഇടയിൽ ഒരു 45 ദിവസത്തിനകത്താണ് നിങ്ങൾക്ക് ഫിസിക്കലിന് സമയം കിട്ടുക. അപ്പോൾ അവരും നല്ല രീതിയിൽ മാർക്കുള്ള സ്റ്റുഡൻസ് ഒരു കാരണവശാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. വർക്കൗട്ട് ചെയ്ത് കൊടുക്കുക. സ്ലോ കണ്ടിന്യൂസ് ഒക്കെ ചെയ്ത് ബോഡി കണ്ടീഷനൊക്കെ വെച്ച് നിങ്ങൾ ഫിറ്റായി നിൽക്കുക. ഓക്കെ, അപ്പോൾ എൻക്വയറിക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏത് രീതിയിലുള്ള ഫിസിക്കലിൻ്റെ ഡൗട്ടായാലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയില്ല. 100% ഫോൺ അറ്റൻഡ് ചെയ്യും. ഏത് ഗൈഡൻസ് വേണമെങ്കിലും എന്നിൽ നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, ജയ് ഹിന്ദ്.